ഡാളസ് സ്റ്റേഡിയത്തിൽ സെമി ഫൈനലിന് കിക്ക് ഓഫ് വിസിൽ വീഴും മുമ്പേ യമാൽ ഒന്നിലേറെ തവണ വെടിപൊട്ടിച്ചതാണ്. ഫ്രാൻസ് ഈ ടൂർണമെന്റിൽ പേടിക്കുന്നത് ഞങ്ങളെ മാത്രമാണ്, അവരെ ഞങ്ങൾ ഒന്നല്ല 2 തവണ പുറത്താക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ യമാൽ കളി തുടങ്ങാൻ മിനിറ്റുകൾക്ക് മുമ്പ് നേഷൻസ് ലീഗിൽ ഫ്രാൻസിനെതിരെ നേടിയ ഗോൾ സെലിബ്രേഷനും ഇൻസ്റ്റഗ്രാം സ്റ്റോറി വെച്ചാണ് കളിക്കാൻ ഇറങ്ങിയത്. യമാലിന് മാത്രം എവിടുന്നാണ് ഇത്ര കോൺഫിഡൻസ് എന്ന് ചിന്തിച്ചാണ് കളി കാണാനിരിക്കുന്നത് തന്നെ. മത്സരം തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ യമാൽ പറഞ്ഞതിന്റെ പൊരുൾ വ്യക്തമായിരുന്നു. ആദ്യ പകുതി ഗോൾ കൊണ്ട് മാത്രമല്ല, കളിയിലെ നീക്കങ്ങളിലും സ്പെയിൻ ആയിരുന്നു മുന്നിൽ. ആദ്യ 10 മിനിറ്റിൽ തന്നെ സ്പെയിൻ ആധിപത്യം വ്യക്തമായിരുന്നു. ഫ്രഞ്ച് താരങ്ങൾക്ക് പന്ത് തൊടാൻ പോലും കിട്ടിയില്ല. അതിനിടയിൽ ഡെംബലെ അടക്കം 3 പേർ നടത്തിയ കൗണ്ടർ അറ്റാക്ക് അഡ്വാൻസ് പൊസിഷനിൽ ആയിരുന്നിട്ടും ഉനായ് സിമോൺ പണിപ്പെട്ട് തടുക്കുന്നുണ്ട്. 19-ാം മിനിറ്റിലുള്ള പെനാൾട്ടി കിക്ക് ലൂക്കാസ് ഡീനിയയിൽ നിന്ന് യമാൽ പിടിച്ചു വാങ്ങിയതായിരുന്നു. 2ാം ശ്രമത്തിൽ പന്ത് ക്ലിയർ ചെയ്യുമ്പോൾ യമാലിന്റെ സാന്നിധ്യം മനക്കണ്ണിൽ കാണണമായിരുന്നു. ഫ്രാൻസിന്റെ ദൗർഭാഗ്യം എന്ന് പറയാമെങ്കിലും ബോക്സിൽ ഒരു പ്ലെയർ പന്തില്ലാതെ കിക്ക് ചെയ്യപ്പെടുന്നത് കണ്ടാൽ സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടുകയല്ലാതെ റഫറിക്ക് വേറെ വഴിയില്ല. ഒയർസബാലിന്റെ കിക്ക് കൃത്യമായിരുന്നു. 25-ാം മിനിറ്റിൽ സെൻട്രൽ ഡിഫൻഡർ വില്യം സാലിബ പരിക്കേറ്റ് പുറത്തായത് ഫ്രഞ്ച് പടക്ക് തിരിച്ചടിയായി. 38-ാം മിനിറ്റിൽ ഫ്രാൻസ് ഗോൾ കീപ്പർ മെഗ്നാന്റെ പിഴവിൽ ബയേന പന്ത് പിടിച്ചെടുത്ത് റോഡ്രി, യമാൽ, ഒൽമോ, ഫാബിയൻ എന്നിവരിലൂടെ നടത്തിയ അതിവേഗ നീക്കം ഗോളാകാതെ അവസാനിച്ചു. ആദ്യ പകുതിയിൽ സ്പെയിനിന്റെ കുക്കുറയെയും ഫ്രാൻസിന്റെ റാബിയോട്ടും യെല്ലോ കാർഡ് വാങ്ങി. റാബിയെ മാറ്റി കോനയെ ഇറക്കിയാണ് ദശാബ്സ് 2ാം പകുതി തുടങ്ങിയത്. പക്ഷേ 58-ാം മിനിറ്റിൽ വീണു കിടന്ന് 3 ഡിഫൻഡർമാരെ മറികടന്ന് ഡാനി ഒൽമോ നൽകിയ പാസ് ഫിനിഷ് ചെയ്ത് പെഡ്രോ പോറോ സ്പെയിൻ ലീഡ് 2-ആക്കി ഉയർത്തി. 60 മിനിറ്റിന് ശേഷം അതുവരെ ചിത്രത്തിലില്ലാതിരുന്ന എംബാപ്പെ ചില മിന്നലാട്ടം നടത്തി. 65-ാം മിനിറ്റിൽ എംബാപ്പയുടെ ഗ്രൗണ്ട് ഷോട്ട് ചെറിയ വ്യത്യാസത്തിൽ ഗോൾ കിക്കായി. 2ാം പകുതിയുടെ ഹൈഡ്രേഷൻ ബ്രേക്കിൽ ഒലീസിയെയും ഡിഗ്നയെയും മാറ്റി ഹെർണാണ്ടസ്, ചെർക്കി എന്നിവരെ ഇറക്കി ദശാബ്സ് വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി. സ്പെയിൻ ആകട്ടെ ഒയർസബാലിനെ മാറ്റി ഫെറാൻ ടോറസിനെ ഇറക്കി. ഫാബിയൻ റൂയിസ്, ഒൽമോ എന്നിവരെ മാറ്റി പെഡ്രി, മെറിനോ എന്നിവരെയും തൊട്ടു പിന്നാലെ പെഡ്രോ പോറയെയും അലക്സ് ബയേനയെയും മാറ്റി ലോറന്റെ, നിക്കോ വില്യംസ് എന്നിവരെയും ഇറക്കി ലാഫുവിന്റെ കോട്ട ഫിൽ ചെയ്തു. പന്തടക്കത്തിലും ആക്രമണത്തിലും വരെ കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു സ്പെയിനിന്റേത്. എംബാപ്പെ, ഡെംബലെ, ഒലീസെ എന്ന ത്രിമൂർത്തികളെ വരച്ച വരയിൽ നിർത്താൻ റോജ ഡിഫൻസിനും സാധിച്ചു. എംബാപ്പയുടെ 1-2-1 ഷോട്ട് കുക്കുറയെ തടുത്തിട്ടത് ഉദാഹരണം. ഒടുവിൽ ഫ്രസ്ട്രേഷൻ അടിച്ച് എംബാപ്പെ യെല്ലോ കാർഡും വാങ്ങി പോകുന്നത് കണ്ടു. അങ്ങനെ യൂറോ കപ്പിനും നേഷൻസ് ലീഗിനും ശേഷം ഇതാ വിശ്വവേദിയിലും ഫ്രാൻസിനെ തകർത്തിരിക്കുകയാണ് സ്പെയിൻ. ഇനി ഫൈനലിൽ അർജന്റീനയോ ഇംഗ്ലണ്ടോ ആരായാലും അവർക്ക് കിരീട പോരാട്ടം ഒട്ടും എളുപ്പമാകില്ല, അതുറപ്പ്.